നിങ്ങൾ SNDP ശാഖാ സെക്രട്ടറിയുടെ കാര്യം ബഹുമാനപ്പെട്ട MLA ഇവിടെ പറയുന്നുണ്ടായിരുന്നു. മലം തീറ്റിച്ചു, നിങ്ങളുടെ കാലത്ത് SNDP ശാഖാ സെക്രട്ടറിയെ മലം തീറ്റിച്ചു എന്നുള്ളതാണ്. ഇടുക്കിയിലാണ് സർ സംഭവം. 2001 നവംബർ 11 സാക്ഷിമൊഴിയെടുക്കാൻ വിളിപ്പിച്ച SNDP പന്നിയാർ ശാഖാ സെക്രട്ടറി അതിക്രൂരമായി മർദ്ദിച്ച് മലം തീറ്റിച്ച സംഭവം അരങ്ങേറിയത് രാജക്കാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട. അന്ന് UDFന്റെ ഭരണമായിരുന്നു. ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി ഇങ്ങനൊരു ചർച്ച നടത്തുന്നതിന് തയ്യാറായിട്ടുള്ള ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ അനുമോദിക്കാൻ സർ. ഒന്ന് പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിച്ച അവർ വന്നത്, ഇറങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ സബ്മിഷൻ നോക്കുമ്പോൾ ഒരൊറ്റ UDFകാർ സബ്മിഷൻ കൊടുത്തിട്ടില്ല. സാധാരണ സബ്മിഷന് വേണ്ടിയിട്ട് വലിയ തെള്ളു നടത്തുന്ന ആളുകളാണ്. പക്ഷേ ഇന്ന് സബ്മിഷൻ അവർക്ക് വേണ്ട. രാവിലെ കക്ഷി നേതാക്കന്മാരെല്ലാം കൂടെ സംസാരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ദീർഘമായ പ്രസംഗമൊക്കെ നടത്തി ഇറങ്ങിപ്പോയി അപ്പുറത്ത് പ്രസ് റൂമിൽ പോയി ഒരു പത്രസമ്മേളനം കൂടെ നടത്തി അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് ചീറിപ്പോയി. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ് ശ്രീ റോജിയുടെ ഇന്നത്തെ അവതരണവും അത്ര ഏറ്റില്ല, നനഞ്ഞ വടക്കം പോലെ ആയിപ്പോയി എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി ഞാൻ കാണുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് ഒരു ജനമൈത്രി പോലീസാണ് സാർ. 65,000-ലധികം വരുന്ന പോലീസ് സേനാംഗങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് സേനയിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്യുന്നതായിട്ടുള്ള മോശപ്പെട്ട പ്രവൃത്തിയെ സംസ്ഥാനത്തിലെ പോലീസ് സേനയെ ആകെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഇവിടെ 2.5 വർഷത്തിന് മുമ്പ് നടന്ന സംഭവം എന്തുകൊണ്ടാണ് നിങ്ങളന്ന് പ്രതികരിക്കാതിരുന്നത്? ആ സംഭവത്തിൽ അത് ശരികേടാണ്, അല്ലെങ്കിൽ ആ സംഭവത്തിന് മുമ്പ് നടന്നതായിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കോൺഗ്രസ്സുകാരെന്നൊരു പ്രതിഷേധ പ്രകടനം പോലും നടത്താതെ, അല്ലെങ്കിൽ അതിനുശേഷം നടന്ന 6-7 സമ്മേളന കാലയളവിൽ ആ വിഷയം ഒരു സബ്മിഷൻ്റെ രൂപത്തിലെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നതിൻ്റെ കാര്യം എന്താ? അന്ന് ആ ചെറുപ്പക്കാരൻ ചെയ്തതിനോട് നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് ആധാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളും അത് അംഗീകരിക്കുന്നില്ല. ആ ചെറുപ്പക്കാരൻ്റെ പ്രവൃത്തിയെ നിങ്ങളും അംഗീകരിക്കുന്നില്ല. പോലീസിൻ്റെ പ്രവൃത്തിയെ ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. ഇപ്പോൾ ആണത് അറിയുന്നത്. 2 വർഷത്തിന് ശേഷമാണ് നമ്മളത് മനസ്സിലാക്കുന്നതെങ്കിൽ മനസ്സിലാക്കിയ സന്ദർഭത്തിൽ തന്നെ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായത്. 2 വർഷത്തിന് മുമ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടി കൂട്ടാക്കിയില്ല. വളരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായി. നിങ്ങളെന്തുകൊണ്ട് 2 വർഷക്കാലം ഇക്കാര്യം പൂഴ്ത്തിവെച്ചു, മിണ്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ടൊരു ചെറിയ പ്രതിഷേധം നടത്തിയില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ടൊരു നിവേദനം കൊടുക്കാൻ തയ്യാറായില്ല? ഒരു സബ്മിഷൻ പോലും ഈ സഭയിൽ നിങ്ങൾ എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടി തയ്യാറാവണം. അതോ അയാളൊന്ന് പറയാതിരുന്നോ? ഈ മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും മദ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ശരിക്കും സസ്യബുക്കായിട്ടുള്ള അമ്പലവാസിയായിട്ടുള്ള ചെറുപ്പക്കാരൻ അന്ന് കോൺഗ്രസ്സുകാരോട് ആരോടും തനിക്കുണ്ടായിട്ടുള്ള മർദ്ദനത്തെക്കുറിച്ച് ഇരുന്നിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അത് കൃത്യമായിട്ട് നിങ്ങളത് പറയണമെന്നാണ് സാർ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് ജനാഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ 1ാമതാണ് സാർ. കേരള പോലീസ് ദുരന്തമുഖത്ത് കേരള പോലീസിൻ്റെ സേവനം നമ്മളത് കണ്ടതാണ് സാർ. നമുക്ക് ആർക്കും തന്നെ നിഷേധിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണ മികവിൽ ഇന്ത്യയിലെ ഏത് ഏജൻസികൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു സംവിധാനമാണ് സാർ നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ്. 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ കലാപങ്ങളോ വലിയ സംഘർഷങ്ങളോ ഇല്ലാത്ത നാടായി ഈ കേരളത്തെ മാറ്റിയത് ഈ കാവൽക്കാരാണെന്നുള്ള കാര്യം നിങ്ങൾ രാഷ്ട്രീയമായ അന്ധതയുടെ പേരിൽ ഒരിക്കലും മറന്നു പോകരുത്. സാർ, ഈ വർഷം മാത്രം 10ലേറെ ദേശീയ അംഗീകാരമാണ് നമ്മുടെ സംസ്ഥാന പോലീസിനെ തേടിയെത്തിയത്. സാർ, പുഴുക്കുത്തുകളുണ്ടായാൽ അവർക്കെതിരെ മുഖം നോക്കാതെയാണ് ഈ ഗവൺമെൻറ് നടപടിയെടുക്കുന്നത്. കുറ്റക്കാരായിട്ടുള്ള 116 പോലീസുകാരെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. നാടിന് ഉറപ്പുണ്ട് ഈ സർക്കാരിൻ്റെ കീഴിൽ നേരിൻ്റെ വഴിയിൽ മൃദുഭാവേ ദൃഢകൃത്യേ കേരള പോലീസ് നമുക്കായി കാവലിരിക്കുമെന്ന്. അതാണ് സാർ നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസിൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത്. സാർ, ക്രമസമാധാനം സംരക്ഷിക്കാനും നിയമം കയ്യിലെടുക്കുന്നവരെ നിയന്ത്രിക്കാനും പോലീസിന് സ്വാഭാവികമായിട്ടും ബലം പ്രയോഗിക്കേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ഉത്തരവാദിത്വം പോലീസ് നിർവഹിക്കുന്നത്. എന്നാൽ കസ്റ്റഡിയിലെ മർദ്ദനം പോലുള്ള സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് സ്വീകരിക്കുന്നതിന് അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല സാർ ഈ ഗവൺമെൻറ്. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. സാധാരണക്കാരൻ എപ്പോഴും കയറി ചെല്ലാവുന്ന ഇടമായി നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് സ്റ്റേഷനുകളെ മാറ്റിത്തീർത്തത് ഈ സമീപനമാണെന്ന് നമ്മൾ കാണണം. സാർ, 1957 EMSന്റെ ഗവൺമെൻറ്റാണ് സാർ ആദ്യമായിട്ട് പോലീസിന് ജനകീയമായിട്ടുള്ള ഒരു മുഖം നൽകുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചു. അതുവരെ പോലീസ് മർദ്ദന ഉപകരണം തന്നെയായിരുന്നു സാർ. സമരം ചെയ്യുന്നവരെ മർദ്ദിക്കുക, കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി ജന്മിമാർക്ക് കൂട്ടുനിൽക്കുക, അങ്ങനെയുള്ള ഒരു കാടൻ പോലീസായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ 57 ഗവൺമെൻറ് EMSന്റെ ഗവൺമെൻറ് ആദ്യമായി
സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ വേണ്ടി പാടില്ല, തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടരുത് എന്ന് പറയുന്ന ഒരു നയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി അന്നു മുതലുണ്ടായിട്ടുള്ള മാറ്റമാണ് സാർ. എപ്പോഴെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് സേനയെ നവീകരിക്കാനും പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാർ ജനമൈത്രി സാർ കഴിഞ്ഞൊരു ദിവസം ജനമൈത്രി പോലീസിനൊരു യാത്രയപ്പ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു സാർ. ഒരു പ്രദേശത്ത് ബീറ്റൊക്കെ നടത്തുന്നതായിട്ടുള്ള രാത്രി സഞ്ചാരമൊക്കെ നടത്തുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരന് ആ നാട്ടുകാർ കൊടുത്ത യാത്രയപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അഭിമാനം തോന്നി. നമ്മുടെ സംസ്ഥാനത്തിലെ മഹാഭൂരിപക്ഷം പോലീസുകാരും ജനങ്ങളെ സേവിക്കുന്നവരായി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സാർ നിങ്ങൾ പഴയ കാര്യങ്ങളൊന്നും പറയരുത് എന്നാണ് നിങ്ങൾ പറയുന്നത്. സാർ സ്വാഭാവികമായിട്ടും പറയേണ്ടി വരില്ലേ പഴയ കാര്യങ്ങൾ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ള ഭീകരമായിട്ടുള്ള മർദ്ദനത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. മന്ത്രി വാസവന് നേരെ നടന്ന മർദ്ദനം, ഈ നിലയിലിരിക്കുന്ന ധാരാളം പേർ ഭീകരമായിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ്. നിങ്ങളുടെ പോലീസിൻ്റെ കാടൻ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ്. അക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ സാർ? ഈ പ്രതിപക്ഷ നിരയിൽ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MLA ആയിട്ട് ഇരിക്കുന്നവരാരെങ്കിലും പോലീസ് മർദ്ദിച്ചതായിട്ടോ പോലീസ് എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞതായിട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല സാർ. സാർ നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് സാർ നിങ്ങളുടെ ഭരണകാലം എന്ന് പറയുന്നത് നരവേട്ടയുടെ ദുരന്തകാലമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണോ? നരവേട്ടയുടെ ദുരന്തകാലമല്ലായിരുന്നോ? ആദിവാസിയെ വെടിവെച്ചു കൊന്ന കൂട്ടരില്ലേ സാർ നിങ്ങൾ? ആദിവാസിയെ വെടിവെച്ചു കൊന്ന ഗവൺമെൻറ്റിലെ നിങ്ങളുടെ ഗവൺമെൻറ് സാർ. നിങ്ങൾ SNDP ശാഖാ സെക്രട്ടറിയുടെ കാര്യം ബഹുമാനപ്പെട്ട MLA ഇവിടെ പറയുന്നുണ്ടായിരുന്നു. മലം തീറ്റിച്ചു, നിങ്ങളുടെ കാലത്ത് SNDP ശാഖാ സെക്രട്ടറിയെ മലം തീറ്റിച്ചു എന്നുള്ളതാണ്. ഇടുക്കിയിലാണ് സാർ സംഭവം. 2001 നവംബർ 11 സാക്ഷിമൊഴിയെടുക്കാൻ വിളിപ്പിച്ച SNDP പന്നിയാർ ശാഖാ സെക്രട്ടറി അതിക്രൂരമായി മർദ്ദിച്ച് മലം തീറ്റിച്ച സംഭവം അരങ്ങേറിയത് രാജക്കാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട. അന്ന് UDFന്റെ ഭരണമായിരുന്നു. നബിദിന ഘോഷയാത്രയിലെ ആക്രമണത്തെ സംബന്ധിച്ചും അന്ന് വെടിവെയ്പ്പിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു സാർ. ഷോക്കടിപ്പിച്ച് രസിപ്പിച്ച ഒരു നാടായിരുന്നു സാർ ഉമ്മൻചാണ്ടിയുടെ നാസിപ്പട. അന്ന് ഷോക്കടിപ്പിച്ച് രസിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ ചരിത്രത്തിലാദ്യമായി ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 2004 ഒക്ടോബർ 18 കണ്ണൂർ പരിയാരത്ത് UDF പോലീസിന്റെ നാസി മുഖം കേരളം കണ്ടത്. സഹകരണ മെഡിക്കൽ കോളേജിന്റെ മറവിൽ നടത്തിയ കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവശരാക്കിയതിനു ശേഷം ഉടുമുണ്ട് വലിച്ചഴിച്ച് സ്വകാര്യ ഭാഗത്താണ് ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചത്. തളിപ്പറമ്പ് DYSP PK അബ്ദുൽ ഗഫൂർ നേരിട്ടാണ് ഇപ്പോൾ നടത്തിയത്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള മർദ്ദന മുറകൾ വിദ്യാർത്ഥികൾക്ക് നേരെയും യുവാക്കൾക്ക് നേരെയും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് നേരെയും ഒക്കെ നടത്താൻ വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്താൻ വേണ്ടി കഴിയുമോ? അതെല്ലാം നടത്തിയ കൂട്ടരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളിപ്പോൾ മാറി നിന്ന് 2.5 വർഷക്കാലത്തിന് മുമ്പ് പോലീസുകാരെ മർദ്ദിച്ച ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു ചെറുപ്പക്കാരനെ പോലീസ് മർദ്ദിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആക്ഷേപവുമായിട്ട് രംഗത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ തനിനിറം തുറന്നു കാണിക്കാൻ ഇത്തരം ചർച്ചകൾ നിശ്ചയമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുക തന്നെ വേണം. എന്താണ് UDFന്റെ കാലത്തെ പോലീസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം ചർച്ചകൾ അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഈ അടിയന്തര പ്രമേയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.